ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞു പോയിട്ടുള്ള 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിനിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രൊഫസർ MK സാനു ആണ്. നമ്മളിനി വരുന്ന ഡീറ്റെയിൽസിൽ നമ്മളത് കാണും. ഇപ്പോൾ ജസ്റ്റ് അവിടെ മുകളിലൊരു കൊട്ടേഷൻ കൊടുത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കേരളത്തിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. P. വത്സലയുടെ നെല്ല് നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിക്കുകയുണ്ടായി. എന്താണ് കഥാപാത്രത്തിൻ്റെ പേര്? കുറുമാട്ടി. ശരിക്കും പേര് രാഗിണി എന്നാണ്. കുറുമാട്ടി എന്ന കഥാപാത്രം ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് P. വത്സലയുടെ നെല്ലെന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും എന്താക്കി? വോട്ടർമാരാക്കി. ഏത് ജില്ല? കണ്ണൂരാണ്. ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പ്രത്യേക പോർട്ടലാണ് ഓർഡർ എന്ന് പറഞ്ഞത്. എന്തിനാണ്? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടൽ ഓർഡർ എന്നുള്ള പോർട്ടലാണ്. കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്ന്? കേരളത്തിൽ 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26-നാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ നമ്മൾ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെയാണ് 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് നമ്മൾ ആദരിച്ചത്. എന്നാണ്? 2024 ജനുവരിയിൽ. അദ്ദേഹത്തിന്റെ പേര് ഒന്നും കൂടി ഓർമ്മിക്കുക, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കി വെക്കുന്നത് നന്നായിരിക്കും. 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാനെ പറ്റിയിട്ടും ആറാട്ടുപുഴ വേലായുധ പണിക്കരെ പറ്റിയിട്ടും ഒന്നോ രണ്ടോ എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷണൽ പോയിന്റ്സ് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചതാണ് കുമാരനാശാൻ മരണപ്പെട്ട വർഷം. 1924-ന് മരണപ്പെട്ടത് ആരാണ്? കുമാരനാശാനാണ്. റെഡിമെയ്ഡ് ബോട്ടപകടത്തിലാണ് മരണപ്പെട്ടത്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഡിഗ്രി ഫിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ ക്വസ്റ്റ്യൻ വന്നത്. അത് ഓർമ്മിക്കുക. അപ്പോൾ എന്താണ് കുമാരനാശാനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ? 2024 ജനുവരി 16 എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു ആണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആനി ജോർജ് മാത്യു. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ട്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2024 ജനുവരി 1-നാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. ഏത് ജില്ലയിലാണ്? കൊല്ലത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴ് പഞ്ചായത്താണ്. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചു. എവിടെ? മലയൻകീഴ്. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം വന്നത് ഫറോക്കിലാണ്. അതും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേര്? N കുട്ടിക്കൃഷ്ണപിള്ള. ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ NK ദേശവുമായി ബന്ധപ്പെട്ട മറ്റ് കൃതികളും കൂടി ഓർത്തു വെക്കണം കേട്ടോ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചിട്ടുള്ള കവിയും നിരൂപകനുമായിട്ടുള്ള NK ദേശത്തിന്റെ ശരിയായ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. ഫെബ്രുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത് കേട്ടോ. N കുട്ടിക്കൃഷ്ണപിള്ള. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉച്ചകോടിയാണ്. രാജ്യാന്തര AI ഉച്ചകോടിയാണ് നടക്കുന്നത്. കേരളത്തിലെ നഗരം കൊച്ചിയാണ്. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്, കൊച്ചി.
മറൈൻ ഡ്രൈവ് എവിടെയാണ്? കൊച്ചിയിലാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി ജി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മറൈൻ ഡ്രൈവിലാണ്, കൊച്ചിയിലാണ്. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ് 24. എന്താണ്? 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി കെ ലിഫ്റ്റ് 24. 2024 എന്നുള്ള 24 ആയിരിക്കണം. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതാണ് കെ ലിഫ്റ്റ് 24. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ജിതേഷ് ജി ആണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ജിതേഷ് ജി. ഓർത്തു വെക്കണം കേട്ടോ. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജിതേഷ് ജി ആണ്. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര്? ജിതേഷ് ജി. അപ്പൊ ഈ ജിതേഷ് ജി എന്നുള്ള വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 36ാമത്തെയാണ്, നമ്പർ 1 നോട്ട് ചെയ്യണം കേട്ടോ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കാപ്പാട്. കോഴിക്കോടാണ് കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. എന്ത് സർട്ടിഫിക്കേഷനാ? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനാണ് ലഭിച്ചത്. അതും ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ പേരെന്താണ്? അതിജീവനം. ഓർത്ത് വെച്ചേക്കണേ. മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു, നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിരുന്നു ആര്? വിശ്വാസ് മേത്ത ആയിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം. ശ്രദ്ധിക്കുക, അതിജീവനം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെ നിലവിൽ വന്നിട്ടുള്ളത്? അത് മാനാഞ്ചിറ സ്ക്വയറിലാണ്. മാനാഞ്ചിറ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർത്തു വയ്ക്കണം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവനായിട്ടുള്ള മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഓർത്തുവെക്കുക. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം. അത് നോക്കി വെക്കണം കേട്ടോ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കാൻ എന്ന ലക്ഷ്യവുമായിട്ട് സംസ്ഥാനത്തെ വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? സ്നേഹഹസ്തം. മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥ, പേര് ആത്മകഥ എന്ന് തന്നെ. മുൻ മന്ത്രി കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ആയിട്ടുള്ള പുതിയ ഓന്തിന്റെ ഒരു സ്പീഷീസ് കണ്ടുപിടിച്ചു. പേരെന്താണ്? വടക്കൻ കങ്കാരു ഓന്ത്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് അഗസ്ത്യ ഗാമ എഡ്ജ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാം, മേ ബി ചോദിച്ചേക്കാം. എവിടുന്നാ കണ്ടുപിടിച്ചേ? ഇടുക്കിയിലെ കുളമാവിൽ നിന്ന്. അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അഗസ്ത്യ ഗാമ എഡ്ജ് എന്തിന്റെ പേരാണ്? അതൊരു പുതിയ സ്പീഷീസ് ആണ്, ഓന്താണ്. പുതിയ ഒരു ഓന്തിന്റെ സ്പീഷീസ് ആണ് അഗസ്ത്യ ഗാമ എഡ്ജ്. എവിടുന്നാ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഇടുക്കിയിലെ കുളമാവിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരകവ്യൂഹം എന്നാണ് പേര്. എന്താണ്? അരകവ്യൂഹം. കേരളത്തിലെ കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അടുത്ത ചോദ്യം, മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? എന്താണ്? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്ന ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്.
ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയാണ് 2024 നടക്കാൻ പോകുന്നത് തൃശ്ശൂരാണ്. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതായിരുന്നു? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോയിന്റും വിട്ടുകളയരുത്, പ്രത്യേകിച്ച് LD ഖാദി ബോർഡ് LD എക്സാമിന് എഴുതുന്നവർ. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനമാണ് 346 രൂപ. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. ഓർത്തു വെക്കണം കേട്ടോ. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ KK ഗീതാകുമാരി. ഒന്ന് ഓർത്തു വെക്കണേ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ VC ആയിട്ട് ചുമതലയേറ്റതാരാണ്? പ്രൊഫസർ KK ഗീതാകുമാരിയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? പുതിയ VC ഡോക്ടർ KS അനിലാണ്. പൂക്കോടാണെങ്കിൽ അനിലാണ്. പൂക്കോടാണെങ്കിൽ അനിൽ, 3 പേര്. പൂക്കോട് 3, അതുപോലെ തന്നെ അനിൽ 3 അക്ഷരേ ഉള്ളൂ. ഇനി കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, അതൊന്ന് വലിയ പേരാ, അതുകൊണ്ട് KK കാലടി KK ഗീതാകുമാരി എന്നുള്ളത് ഓർത്തു വെക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലർ, അവിടുത്തെ പുതിയ VC ആരാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ഡോക്ടർ VP ജഗതി രാജാണ്. ശ്രീനാരായണ ഗുരു ജഗതി രാജാണ്. അപ്പോൾ ഗുരുവിന്റെ സ്ഥാനത്തൊക്കെ ജഗതിനെ കാണാം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പുതിയ വൈസ് ചാൻസലറായിട്ട് നിയമിതനായതാരാണ്? ഡോക്ടർ VP ജഗതി രാജാണ്. 700ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കാം. 700ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് കണ്ടെത്തിയ കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാണ്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം പാലക്കാടാണെന്ന് മനസ്സിലാക്കുക. മണ്ണൂരാണ്, ഭഗവതി ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുക. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളം. മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളമാണ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോൻ. വേണമെങ്കിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആദ്യ മലയാളി വനിതയാണ് ആര്? ലക്ഷ്മി N മേനോൻ. അവരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 നമ്മൾ ആഘോഷിച്ചത്. ഓക്കെ, പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനം DC കണക്ട് ആണ്. പൊതുജനങ്ങൾക്ക്, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ കണക്ട്, നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരാതി നൽകാൻ പറ്റും. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് എന്ത്? DC കണക്ട്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ D ഹണ്ട്. P ഹണ്ട് എന്ന് പറഞ്ഞിട്ട് മുന്നേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഇത് P ഹണ്ട് അല്ല, ഓപ്പറേഷൻ D ഹണ്ട് ആണ്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായിട്ട് പോലീസ് നടത്തുന്ന പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ D ഹണ്ട്. നല്ല ഇടി കിട്ടുമല്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ D ഹണ്ട് എന്ന് ഓർത്തു വയ്ക്കാം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടത്തുന്ന പദ്ധതി ചങ്ങാതി. ആരെയാണ് പഠിപ്പിക്കുന്നത്? അതിഥി തൊഴിലാളികളാണ്. എന്താ പഠിപ്പിക്കുന്നത്? മലയാള ഭാഷയും നമ്മുടെ സംസ്കാരവും പഠിപ്പിക്കുന്നത്. ആരാ പദ്ധതി നടത്തുന്നത്? സർക്കാരാണ്. സർക്കാരിന് കീഴിൽ സംസ്ഥാന സാക്ഷരതാ മിഷനാണ് എന്ത് ചെയ്യുന്നത്? പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പേര് ചങ്ങാതി. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. 23 എത്രാമത്തെ പുരസ്കാരമാണ്? 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരമാണ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ കൃതി രൗദ്ര സാത്വികം. നിങ്ങൾ ഈ ചിത്രം നോക്കി, അപ്പൊ തന്നെ നമുക്കൊരു രൗദ്ര സ്വാത്വികവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് സക്കറിയയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്
അർഹനായത് സക്കറിയ. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. ഓർത്തു വയ്ക്കണം, കുടുംബശ്രീ പദ്ധതിയാണ് മധുരം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മധുരം. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ എവിടെയാണ്? കേരളം. ഉറപ്പായിട്ടും ഏതാണ്? കേരളം. ഓർത്തുവയ്ക്കാം. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ, രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തിനെ പറ്റി 2 ഫാക്ട് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളമാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനവും കേരളം തന്നെയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ സംസ്ഥാനവും കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും കേരളം തന്നെ. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുകാരുള്ള അല്ലെങ്കിലും ഭയങ്കര സഹകരണം നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കിയിട്ട് പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയാണ്. അത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവാൻ വഴിയുണ്ട്, ആരും മറക്കാനിടയില്ല. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. അതും നമുക്കറിയാം. ഫന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ, അതായത് പോർച്ചുഗൽ ഫന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ടോവിനോ തോമസ് ആണ്. ചിത്രം അദൃശ്യജാലകങ്ങളാണ്. ഒന്നുകൂടി ഓർത്തു വെച്ചേക്കണേ. ഫന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ ആരാണ്? ടോവിനോ തോമസ് ആണ്. ചിത്രത്തിന്റെ പേരെന്താണ്? അദൃശ്യജാലകങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ. അടുത്ത്, അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ആ ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് എന്ത് കിട്ടിയത്? ഫാന്റാസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. അതും നമ്മളാരും മറക്കാൻ വഴിയില്ല. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിനു കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ് ഡോർഫറി. ഇതൊന്ന് ഓർത്ത് വെക്കുക വേണം. 2024 മാർച്ചിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. 2024 മാർച്ചിൽ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത് അല്ലേ. എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം ഡിസീസിന് കാരണമായ ബാക്ടീരിയ. അപ്പോൾ ലൈം ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയൽ രോഗമാണ് ലൈം ഡിസീസ്. അപ്പോൾ അത് ഉണ്ടാക്കിയ ബാക്ടീരിയയുടെ പേരെന്താണ്? ബൊറേലിയ ബർഗ് ഡോർഫെറി. ലൈം ബാക്ടീരിയ ആണല്ലേ. ലൈം ഡിസീസ് ആണ്, ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത്. ബൊറേലിയ ബർഗ് ഡോർഫെറി. ഇപ്പോൾ ജപ്പാനിൽ ഒരു മനുഷ്യൻ്റെ മാംസം കഴിക്കുന്ന ഒരു പുതിയ ബാക്ടീരിയ ഇറങ്ങിയിട്ടുണ്ട്. അതും ബാക്ടീരിയ തന്നെയാണ്. അതും മേ ബി സ്പ്രെഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു അല്ലേ. അപ്പം മേ ബി കോവിഡ് പോലെയൊന്നും ആവാതിരിക്കട്ടെ അതും. ഓക്കെ, കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാണെന്ത്? തളിപ്പറമ്പ്. എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. അതായത് എഡ്യൂക്കേഷൻ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. ആര്? കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ടുള്ള തളിപ്പറമ്പ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്?
കേരളമാണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഫ്ലൈ 91. മലയാളിയാണ്, പേരെന്താണ്? മനോജ് ചാക്കോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള 6 നദികളുണ്ട്. ആ 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ഏതാണ്? പെരിയാറാണ്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹനായത് സന ഇർഷാദ് മട്ടു. നല്ലൊരു പേര് അല്ലേ? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു. അടുത്ത ചോദ്യം നോക്കാം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചി. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. കൊച്ചിയുടെ 2 ഫാക്ട് നമ്മൾ മുന്നേ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓർത്തു വയ്ക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടി നടക്കുന്നത് കൊച്ചിയിലാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുങ്കര, ഇരിങ്ങാലക്കുട. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള സംഗമഗ്രാമ മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നത് കല്ലേറ്റുങ്കര. എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടി ജാത്തീരെ. എന്താണ്? വയനാട് പഞ്ചായത്തിന്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണത്. എന്ത്? ജാത്തീരെ. അപ്പൊ ജാത്തീരെ എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതൊരു കാലാവസ്ഥ ഉച്ചകോടിയാണ്, വയനാട്ടിലാണ് നടന്നത്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്താക്കിയ ആദ്യ ജില്ല അതും വയനാടാണ്. അപ്പൊ വയനാടിന്റെ 2 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അല്ലേ? രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിന് അതിനുള്ള പദ്ധതിയാണ് എന്ത്? പൊൻവാക്ക്. അത് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം തടയുന്നതിന് നടത്തുന്ന പദ്ധതിയാണ് പൊൻവാക്ക്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഏത് സർക്കാരിന്റെ? കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം ചെയ്യുന്നത് അരുൺ രാജനാണ്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചലച്ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ബീച്ചാണ്? പാപനാശം ബീച്ചാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വർക്കലയിലാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. 2024 പ്രത്യേകം ഓർത്തു വയ്ക്കുക. 2024 ഹരിവരാസന പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. തമിഴ് ഗായകൻ, വീരമണി ദാസൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു തമിഴ് ടേസ്റ്റ് വരുന്നില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തു വെക്കണം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെയും കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണാൻ. ആരാണ്? പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ആർക്ക്? ആദ്യത്തെ തെയ്യം കലാകാരൻ. പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ തെയ്യം കലാകാരനാണ് EP നാരായണൻ പെരുവണ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണി. എന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മലയാള വിഭാഗത്തിൽ നിന്ന് പുരസ്കാരം നേടിയത് ഡോക്ടർ PK രാധാമണിയാണ്. അക്ഷരവും കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. അക്ഷരവും കി സായി എന്ന പുസ്തകം അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി. അപ്പോൾ അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? ഡോക്ടർ PK രാധാമണിയാണ്. വിവർത്തനമാണെന്നും ഓർത്തു വയ്ക്കാം, അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയതാണെന്നും കൂടി ഓർത്തു വയ്ക്കാം.
അക്ഷരോം കിസായ് എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? അമൃത പ്രീതത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വിവർത്തനം ചെയ്തത് അല്ലെങ്കിൽ പരിഭാഷയിലേക്ക് മാറ്റിയത്, മലയാളം പരിഭാഷ തയ്യാറാക്കിയത്. അക്ഷരോം കിസായ് എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി കെ ഗംഗാധരനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി 2023 പരിഭാഷാ പുരസ്കാരങ്ങളിൽ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? കെ ഗംഗാധരൻ. മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥേഗലു എന്ന പേരിൽ കന്നഡത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥനാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവരുണ്ട്, പക്ഷേ ലഭിച്ചവരിൽ മലയാളി ആരാണ്? MS സ്വാമിനാഥനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം 62ാമത് നടന്നത് വേദി കൊല്ലത്തായിരുന്നു. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായർ. കേരള സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ച ചിത്രകാരൻ സുരേന്ദ്രൻ നായരാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം എന്താണ്? കവിത മാംസഭോജിയാണ്. എഴുതിയത് PN ഗോപികൃഷ്ണൻ. എന്ത് പുരസ്കാരം ലഭിച്ചേ? ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 53ാമത്തെ പുരസ്കാരമാണ്. ഓക്കെ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MK സാനു. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാര കേരളവർമ്മ. എന്താ പറഞ്ഞത്? കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച പ്രമുഖ കർണാടക സംഗീതജ്ഞനാണ് PR കുമാര കേരളവർമ്മ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. നോവൽ എന്തായിരുന്നു? എസ്തർ. അപ്പൊ എസ്തർ എന്ന നോവൽ എഴുതിയത് സാറ ജോസഫാണ്. എസ്തർ നോവലിന് ഒരു പുരസ്കാരം ലഭിച്ചു. എന്ത് പുരസ്കാരം? 17ാമത് മലയാറ്റൂർ പുരസ്കാരം. എസ്തർ 17ാമത് മലയാറ്റൂർ. എസ്തർ 17ാമത് മലയാറ്റൂർ. കണ്ടോ? ആ മലയാറ്റൂറിനും എസ്തറും ഒരുമിച്ച് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്ത് നോക്കിയാൽ കിട്ടും. മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പ്രൊഫസർ MK സാനു. MK സാനുവിന് ഒരു പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്ത് പുരസ്കാരം? തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK സാനുവാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് മോഹൻലാൽ അഭിനയ കലയുടെ ഇതിഹാസം. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവാരാണ്? M മുകുന്ദനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. PSLV C57 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ ആണ്. ഒന്ന് ഓർത്തു വെക്കണേ. PSLV C57 ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളുടെ വിതരണക്കാരായ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെൽട്രോൺ ആണ്. വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ചക്കാലിയ. ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. വംശനാശത്തിന്റെ വക്കിലുള്ള മാധിക ഭാഷ സംസാരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ സമുദായം ഏതാണ്? ചക്കാലിയ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം. ആസ് യൂഷ്വൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറമാണ്. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് V ഹരിനായർ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? V ഹരിനായരാണ്. മികച്ച നവാഗത പാർലമെന്ററിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ് ആണ്. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് കേട്ടോ. 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിന്. മലയാറ്റൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹനായ രജനി സുരേഷിന്റെ കൃതി വള്ളുവനാടൻ വിഷുക്കൊടുക്ക. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. മലയാറ്റൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിന് അർഹമായ രജനി സുരേഷിന്റെ കൃതി വള്ളുവനാടൻ വിഷുക്കൊടുക്ക. രജനി സുരേഷിന്റെ കൃതിയാണ് എന്ത്? വള്ളുവനാടൻ വിഷുക്കൊടുക്ക. വള്ളുവനാടൻ വിഷുക്കൊടുക്ക എഴുതിയതാരാണ്? രജനി സുരേഷ്. എന്ത് പുരസ്കാരം കിട്ടിയത്? മലയാറ്റൂർ ട്രസ്റ്റിന്റെ യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരത്തിനാണ് അർഹമായത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് കുമരകവും ബേപ്പൂരുമാണ്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് കുമരകം, ബേപ്പൂർ എന്നീ പ്രദേശങ്ങളാണ്. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. എന്താണ്? ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്.
ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം. എന്താണ്? ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് സി വിജിൽ. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, അതിന്റെ പേര് സി വിജിൽ എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. മേ ബി ചോദിച്ചേക്കാം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം നിലവിൽ വന്നതാണ്. മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം 85 വയസ്സാണ്. 100ാമത്തെ ചോദ്യമാണ്. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നഫീസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള NIA-യുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തെ. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? വിജയവാഡയിലാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രതിമ. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം, അതായത് അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം. ഇന്ത്യയിലെ, ഉറപ്പിച്ചോ, മനസ്സിൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ, കൂടെ പറഞ്ഞോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നും പറയും. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയ. മറക്കരുത്, 16ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായിട്ടുള്ള മലയാളി AS രാജീവാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി AS രാജീവാണ്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയതാരാണ്? പ്രൊഫസർ BR കാമ്പോജാണ്. ഇത് ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജാണ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ഓക്കെ, പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂളാണ് കേട്ടോ വൃന്ദാവൻ. എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. അത് മഹാരാഷ്ട്രയിലാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. ചോദിക്കാം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ചു. ആര്? ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ. 2 തവണ നയിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ IPS ഉദ്യോഗസ്ഥ പേര് ശ്വേത കെ സുഗതൻ. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറും. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് ലക്നൌവിലാണ്, ഉത്തർപ്രദേശിലാണ്. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി യോഗിരാജ് അരുണാണ്. അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പി യോഗിരാജ് അരുൺ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി നിലവിൽ വന്നത് നമുക്കറിയാം. 2024 എന്താ ആഘോഷിക്കുന്നത്? വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപ നാണയമാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കിയതാ. സ്വാതന്ത്ര്യ ദിനമല്ല, റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് 2024 പുറത്തിറക്കിയ നാണയമാണ് 75 രൂപ. അതും ഓർത്തു വയ്ക്കാം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ അസം സ്വദേശി ആരാണ്?
പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ വനിതാ പാപ്പാനാണ്. പേര് പാർവതി ബർവ. പാർവതി ബർവ ഹസ്തികന്യ എന്നറിയപ്പെടുന്നു. പാർവതി ബർവ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാട്നയിലാണ്. ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് പാട്നയിലാണ്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഈറോഡിലാണ്. പുതിയതാണ്, തമിഴ്നാട്ടിലാണ് നിലവിൽ വന്നത്. ഓർത്തുവെക്കുക, വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്തൈ പെരിയാർ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാടുമായിട്ടുള്ള ടച്ച് ഉണ്ടെന്ന് മനസ്സിലാവും. ഈറോഡാണെന്നും കൂടി ഓർത്തുവെക്കുക. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഇഫൽ ടവർ, അതായത് പാരീസിലാണ് ഇത് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഇഫൽ ടവർ ആണ്. സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ്. ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ബാംഗ്ലൂരാണ്. ലോകത്ത് ഏറ്റവും ട്രാഫിക് ബ്ലോക്കുള്ള 6ാമത്തെ നഗരം അല്ലെങ്കിൽ ഇന്ത്യയിലെ 1ാമത്തെ നഗരം ബാംഗ്ലൂരാണ്. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് AR റഹ്മാൻ. എന്താണ്? അന്തരിച്ച ഷാഹുൽ ഹമീദിന്റെയും ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം എന്തിന്റെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചു. ആര്? AR റഹ്മാൻ. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജകാണ്. ഓർത്തുവയ്ക്കാൻ ചോദിച്ചേക്കാം. കരസേനയിലാണ് ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം കരസ്ഥമാക്കിയത് പ്രീതി രജകാണ്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവരാരൊക്കെയാ? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. 2024 ഭാരതരത്ന എങ്ങനെ ലഭിച്ചു? മരണാനന്തര ബഹുമതിയായി ലഭിച്ച 4 പേരാണ് ആര്? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായിട്ടുള്ള വായുശക്തി നടന്നത് എവിടെ വെച്ചിട്ടാണ്? പൊക്രാനിലാണ്. വ്യോമസേനയുടെയാണ് സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? വായുശക്തി. വ്യോമസേനയുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടില്ല. വായുശക്തി നടന്നത് പൊക്രാനിലാണ്, രാജസ്ഥാനിലാണ് നടന്നത്. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ. എന്താ പറഞ്ഞേ? 2024 ജനുവരിയിലാണ് നടന്നത്. രാജസ്ഥാനിൽ വെച്ചാണ് നടന്നത്. എന്തൊക്കെയാ? ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു. അതിന്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ ആണ്. ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ അല്ലെങ്കിൽ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയാണ്. ബഹിരാകാശത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി. ഹെയ്ത്തിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിവാക്കുന്ന രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസമാണെന്ത്? ഡെവിൾ സ്ട്രൈക്ക്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS. ഇത് ചോദിച്ചോട്ടെ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചു ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV F-14. GSLV F-14. അതും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇത് തീർച്ചയായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് പവൻ ദൗലുരി. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജനാണ് പവൻ ദൗലുരി. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായിട്ടുള്ള ബഹിരാകാശ വിക്ഷേപണ വാഹനം, അതായത്
പുനരുപയോഗിക്കാൻ സാധ്യമായിട്ടുള്ള ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പകാണ്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യം എന്താണ്? എക്സ്പോസാറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ്. ഇതും ചോദിച്ച ചോദ്യമാണ്. എന്തൊക്കെ പഠനമാണ് സാധ്യമാവുക? തമോഗർത്തങ്ങൾ, ന്യൂട്രോണുകൾ, നക്ഷത്രം, നെബുല, പൾസറുകൾ തുടങ്ങിയവയുടെ പഠനത്തിന് വേണ്ടിയിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണെന്ത്? എക്സ്പോസാറ്റ്. എന്താ എക്സ്പോസാറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് ആണ്. അത് ചോദിച്ച ചോദ്യമാണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം കൂടിയാണ് എന്ത്? എക്സ്പോസാറ്റ്. എന്താ പറഞ്ഞ? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം. അപ്പോൾ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടും തമോഗർത്തങ്ങളെ പറ്റി, ന്യൂട്രോണുകളെ പറ്റി, നക്ഷത്രങ്ങളെ പറ്റി, നെബുലകളെ പറ്റി, ഇതിനൊക്കെ പറ്റി പഠിക്കാനായിട്ട് ISRO വിക്ഷേപിച്ചതാണെന്ത്? എക്സ്പോസാറ്റ്. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണെന്ത്? പോയം 3. ഇത് ചോദിച്ചിട്ടില്ല, മേ ബി ഇനി ചോദിച്ചേക്കാം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണെന്ത്? പോയം 3. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. എന്താണ്? പോയം. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ആണ് പോയം. POEM. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 3. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണ് പോയം 3. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ. ആദ്യത്തെ ധനമന്ത്രി എന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം, പക്ഷെ തെറ്റാണ്. രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ ആണ്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആരാണ്? CV ആനന്ദബോസ് ആണ്. സൗരയുധത്തിലെ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തത്. 2005 EX-296നെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ്. പുതിയ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ആരാണ്? ചമ്പൈ സോറൻ. ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ. ജാർഖണ്ഡിൽ അല്ലെങ്കിൽ ജാറിൽ ചാമ്പയ്ക്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി. പുതിയതാണേ, പുതിയ ചാറിൽ ചാമ്പയ്ക്ക. ഓക്കെ. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ആണ്. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് കൊൽക്കത്ത ഹൈക്കോടതി. ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ ആണ്. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ദ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപ് അതിന് അർഹനായത് നരേന്ദ്ര മോദിയാണ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി ആയിട്ടുള്ള ദ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപ്പിന് അർഹനായത് നരേന്ദ്രമോദിയാണ്. എവിടത്തെയാണ്? ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയാണ് കേട്ടോ. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. 10 ദിവസത്തേക്കുള്ള അന്താരാഷ്ട്ര പദവിയാണ് ലഭിച്ചത് ജാംനഗർ വിമാനത്താവളത്തിനാണ്. അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശമാണ് ബെഗുസറായ്. ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തൊരു മോശപ്പെട്ട കാര്യമല്ലേ നമുക്ക്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരമാണ്. അതെവിടെയാ? അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ പ്രദേശമാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ ബീഹാറിലാണ്. ബെഗുസറായ് എന്നാണ് ആ പ്രദേശത്തിന്റെ പേര്. അടുത്തത് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ സ്വീകരിച്ചിട്ടുള്ള പേരെന്താണ്? ശിവശക്തി പോയിന്റ്. ലാൻഡ് ചെയ്തിട്ടുള്ള പോയിന്റിന്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ ആണ്. ഇത് ചോദിച്ചിട്ടില്ല, മേ ബി ഇനി ചോദിച്ചേക്കാം. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് എന്താണ്? അഗ്നിബാൺ ആണ്. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഒന്നുകൂടി വായിക്കാം. 2024 വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് ഏതായിരുന്നു? അഗ്നി
ബാണാണ്. അഗ്നിബാൺ നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുടെ പേര് ധനുഷ് എന്നാണ്. അതും ഓർത്തു വെക്കുക. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായിട്ട് ശ്രീഹരിക്കോട്ടയിൽ എന്തുണ്ടാക്കി? ഒരു ചലിപ്പിക്കാവുന്ന വിക്ഷേപണ തറയുണ്ടാക്കി. അതിന്റെ പേരാണ് ധനുഷ്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മിസൈലാണ് അഗ്നി 5. മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിലാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മിസൈൽ ഏതായിരുന്നു? അഗ്നി 5 ആണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ്? യുവിക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്. വളരെ നല്ല കാര്യമാണ് അല്ലേ? IIT മദ്രാസ് ആണ് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1032. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032. അത് മേ ബി ചോദിച്ചേക്കാം. മറ്റേ ദിശയുടെ നമ്പറൊക്കെ ചോദിച്ചിരുന്നില്ലേ? അതുപോലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത സേല ടണൽ. അത് ചോദിച്ചേക്കാട്ടോ. ഇരട്ട വരി തുരങ്കപാതയാണ്. ഇരട്ട വരിയാണ് തുരങ്കപാത. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയതാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള 2 വരി തുരങ്കപാത, ഇരട്ട വരി തുരങ്കപാത സേല ടണലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചൂടെ? അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും അസമിലെ തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാത അല്ലെങ്കിൽ തുരങ്കപാത ഏത്? സേല ടണൽ. അല്ലെങ്കിൽ സേല ടണൽ ഏതൊക്കെ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നു? അങ്ങനെയും ചോദിക്കാം. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോം. ഇങ്ങനെ ചോദിക്കാം. ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് ബിച്ചോം എന്ന ജില്ല പുതിയതായിട്ട് ആഡ് ചെയ്തത്? അല്ലെങ്കിൽ 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത്തെ ജില്ല ബിച്ചോമാണ്. ബിച്ചോം എന്ന ജില്ല എത്രാമതായിട്ടാണ് വന്നത്? 27ാമതായിട്ടാണ് വന്നത്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് ഹൈവേ. ഒരുപാട് ഹൈവേ, അതുപോലെ തുരങ്കം, കടൽപ്പാലം ഇതൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് നോക്കി വെക്കണം. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ, ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ് പേര്. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഒന്നുകൂടി വായിക്കാം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ്. അതിൻ്റെ പേര് ദ്വാരക എക്സ്പ്രസ് വേ എന്നാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ കിഷോർ മക്വാന. പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് കേട്ടോ, കിഷോർ മക്വാന. പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ഭാരത് ശക്തി. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് സാമ്പൽപൂരിലാണ്. സാമ്പൽപൂർ എവിടെയാണ്? ഒഡീഷയിലാണ്. അടുത്ത ചോദ്യം കൂടി നോക്കാം. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റാണ്. രണ്ടും ചോദിക്കാം. മുഖ്യാതിഥി ആരായിരുന്നു എന്നും ചോദിക്കാം, എവിടുത്തെ പ്രസിഡന്റ് ആണ് എന്നും ചോദിക്കാം. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ്. അദ്ദേഹം ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റാണ്. മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായിട്ടുള്ള INS ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവി അഡ്മിറൽ R ഹരികുമാർ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. നറുക്കെടുപ്പിലൂടെയൊക്കെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തി ഹിമാചൽ പ്രദേശ്. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം ചക്ഷു പോർട്ടൽ. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയാനായിട്ട് കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ചക്ഷു പോർട്ടൽ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് ധനുഷ്. 2023 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹരായവർ 2 പേരുണ്ട്. ഒന്ന് ഉറുദു കവിയായിട്ടുള്ള ഗുൽസാർ, അതുപോലെ തന്നെ സംസ്കൃത ഭാഷാ പണ്ഡിതൻ രാം ഭട്ടാചാര്യ അല്ലെങ്കിൽ രാം ഭദ്രാചാര്യ. 2 പേരുടെയും പേര് ഓർത്തു വയ്ക്കുക.
ലോക്പാൽ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ്. ലോക്പാൽ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി MM നരവന. ഓക്കെ, തമിഴ് നടൻ വിജയ് രൂപീകരിച്ച പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ റാങ്പോ. ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടൻ ഷാരൂഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം നേടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടനാണ് ഷാരൂഖ് ഖാൻ. ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ നടി ആരാണ്? നയൻതാര. അതും ജവാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് തന്നെയാണ്. റാണി മുഖർജി കൂടിയുണ്ട് കേട്ടോ. മിസിസ് ചാറ്റർജി നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് ലഭിച്ചത്. ദാദാസാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ സംവിധായകനാരാണ്? സന്ദീപ് റെഡ്ഡി വങ്ക. സന്ദീപ് റെഡ്ഡി വങ്ക. അനിമൽ എന്നുള്ള മൂവിയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. സന്ദീപ് റെഡ്ഡി വങ്ക. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ MP ആരാണ്? ഷഫീഖുർ റഹ്മാൻ. ആരാണ്? ഷഫീഖുർ റഹ്മാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. എന്താണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാനത്തെ നോവലാണ് അൺടിൽ ഓഗസ്റ്റ്. അൺടിൽ ഓഗസ്റ്റ് എഴുതിയതാരാ? ഗബ്രിയേൽ ഗാർസിയ. ആരാണ്? അൺടിൽ ഓഗസ്റ്റ് എഴുതിയതാരാണ്? ഗബ്രിയേൽ ഗാർസിയ. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല, ഉഗാണ്ടയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 19ാമത് ചേരിചേര സമ്മേളനത്തിനാണ് വേദിയാകുന്നത് കമ്പാല, ഉഗാണ്ട. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റഷ്യ. ശ്രദ്ധിക്കുക, 2024 ബ്രിക്സ് ഉച്ചകോടിയാണ് നടക്കുന്നത്. എന്താണ്? ബ്രിക്സ് ഉച്ചകോടിക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത് രാജ്യം റഷ്യയാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീലാണ്. 2025 G20 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്നത് ആരാണ്? ദക്ഷിണാഫ്രിക്കയാണ്. 2023 എവിടെയായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2024 G20 ഉച്ചകോടി ബ്രസീലിലാണെങ്കിൽ 2025 G20 ഉച്ചകോടി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? റഷ്യയിലാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീന. തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടത് 4ാമത്തെ തവണയായതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് കേട്ടോ. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? ഷെയ്ഖ് ഹസീന. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 5 പേർക്കാണ് സ്ഥിരാംഗത്വം ലഭിച്ചത്. ഏത് കൂട്ടായ്മയിലാ? ബ്രിക്സ് കൂട്ടായ്മയിലാണ്. ഇനി 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെ നടക്കാൻ പോകുന്നത്? അത് റഷ്യയിലാണ് നടക്കാൻ പോകുന്നത്. പുതുതായിട്ട് ചേർന്ന അംഗങ്ങൾ ആരൊക്കെയാ നോക്കാം. ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. പെട്ടെന്ന് മനസ്സിൽ പോയത് ഏറ്റവും മാലിന്യം നിറഞ്ഞ നദി, കൂവം നദി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് അതാണ് മനസ്സിൽ പോയത്, സോറി കേട്ടോ. ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി കുവൈറ്റ് ദിനാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ് കേട്ടോ, കുവൈറ്റ് ദിനാർ. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2023 എന്തായിരുന്നു? മില്ലറ്റിനെ പറ്റിയിട്ടുള്ള വർഷമായിരുന്നു. മില്ലറ്റ് വർഷമായിട്ടാണ് ആചരിച്ചിട്ടുള്ളത്. മാറി വന്നിട്ടുള്ള 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ മില്ലറ്റ് വർഷത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി ആര്? ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരി. റഷ്യക്കാരനാണെന്ന് പിന്നെ പറയണ്ട അല്ലേ. റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഒലേഗ് കൊനെൻകോ. അടുത്തത് 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ്. ദാവോസ് എവിടെയാ? സ്വിറ്റ്സർലാൻഡിലാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് ആണ്. അടുത്തത് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തിയിട്ടാണ് ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ആർക്കാണ്?
മുൻ സമാധാന നോബൽ സമ്മാന ജേതാവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനസിനാണ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. എന്താ? ഹിയർ WHO. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നത് എന്താണ്? ഹിയർ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടനാണ്. ലോകത്തിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടനാണ്. 2023 ട്രാൻസ്പെറന്റ് ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം 93. 2023 ട്രാൻസ്പെറന്റ് ഇന്റർനാഷണൽ അഴിമതി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ളത് എവിടെയാണ്? സൊമാലിയയിലാണ്. 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് ലെവോട്ടോബി ലാക്കി. മൗണ്ട് ലെവോട്ടോബി ലാക്കി. മൗണ്ട് ലെവോട്ടോബി ലാക്കി. റെയ്ക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലാൻഡാണ്. റെയ്ക്കാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലാൻഡാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റഗ്രാം ആണത്രേ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമത്തിലാണ് അല്ലേ. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. ചാറ്റ് GPT ബദലായിട്ട് ആര്? എലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം ഗ്രോക്ക് ആണ്. ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് ഇലോൺ മസ്കിന്റെ കമ്പനി എന്താണ്? ന്യൂറാലിങ്ക് ആണ്. ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക് ആണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാറ്റോ സ്വീഡനാണ്. നാറ്റോനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കണേ എക്സാം എഴുതുന്നതിന് മുന്നേ. നാറ്റോയിലെ 32ാമത്തെ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഫ്ലോറിഡയിൽ മിയാമിയിൽ നിന്ന് കന്നി യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദ സീസ് എന്നുള്ളത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദ സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയാണ്. 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോക സുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആരെ? ക്രിസ്റ്റീന പിസ്കോവ. ഓക്കെ, ചെക്ക് റിപ്പബ്ലിക്കിലെ ആണ് അവർ. ഓക്കെ, 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈയിലാണ്. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായിട്ടുള്ള രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രസി. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് അതായത് COP30 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. മറക്കല്ലേ, ബ്രസീലിലെ ബലേമിലാണ് 2025 UN കാലാവസ്ഥ ഉച്ചകോടി COP30 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. COP30 വേദിയാകുന്ന രാജ്യം ബ്രസീലാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം എന്താണ്? യൂറോപ്പ ക്ലിപ്പർ. നാസയാണ് വിക്ഷേപിക്കുന്നത്. എന്തിനാ അടിസ്ഥാനമാക്കിയിട്ടാ പോണേ, അല്ലെങ്കിൽ എന്തിനെ ലക്ഷ്യമിട്ടിട്ടാ പോണത്? വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പ ലക്ഷ്യമാക്കിയിട്ട് നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ജെഫ് ബസോസ് ആണ്. ആമസോണിന്റെ സ്ഥാപകനെയാണ് ബ്ലൂംബർഗ് ശതകോടീശ്വര സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് പ്രഖ്യാപിച്ചത് ജെഫ് ബസോസിനെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായിട്ടുള്ള പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. ബ്രിട്ടൻകാരനാണ് ക്രിസ് ബ്രൗൺ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായിട്ടുള്ള പോയിന്റ്, അതിന്റെ പേരെന്താണ്? നെമോ. അതിലെത്തിയിട്ടുള്ള ആദ്യത്തെ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ്. എന്തൊരു ധൈര്യം അല്ലേ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം ചൈന. പിന്നെ നോക്കണ്ട, ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈനയാണ്. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ് തന്നെയാണ്. അവർ തന്നെയാണ് കാലങ്ങളായിട്ട് 1ാം സ്ഥാനം നേടുന്നത്. ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. 143 അഫ്ഗാനിസ്ഥാനിലാണ് ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം. ലോക വ്യാപാര സംഘടന WTOയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വ്യാപാര സംഘടനയിൽ WTOയിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായിട്ടുള്ള പുതിയ രാജ്യങ്ങൾ തിമൂർ ലെസ്റ്റ, കൊമോറസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അധികം ആരും ശ്രദ്ധിക്കാത്ത കറണ്ട് അഫെയർ ആണ്, ശ്രദ്ധിച്ചു നോക്കി പഠിക്കുക. തിമൂർ ലെസ്റ്റ, കൊമോറസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊക്കാറ.
നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് പൊഖാറ. പറ്റുമെങ്കിൽ അവിടേക്കൊന്ന് പോകണം അല്ലേ, ജോലി കിട്ടട്ടെ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റിംഗ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യയാണ്. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യന്റെ പേരെന്താണ്? ഗാരി കാസ്പറോവ്. ആരാണ്? റഷ്യയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? മിഷേൽ ടെലഗ്രാൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ. അടുത്തേക്ക് പോവാലോ. 218ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമാണ് ദിസ് മൊമെന്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ് ആണ്. വെരി ഗുഡ്, ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 1, 3, 4 1, 3, 4. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹൈമർ ആണ്. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? കിലിയൻ മർഫീനെയാണ്. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോണിനെയാണ്. 96ാമത് ഓസ്കാർ അവാർഡിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റഫർ നോളനെയാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒഡീസിയസ്. ചിലപ്പോൾ ചന്ദ്രയാൻ 3 ഒക്കെ ചോദിച്ച് ബോറടിച്ച PSC ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയതാരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ശേഷം അടുത്ത ചോദ്യം. ഇനി നമ്മൾ കായികത്തിലേക്ക് കടന്നാലോ. നമുക്ക് കായികവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കേരളം ഡിസ്കസ് ചെയ്തു, ഇന്ത്യ ഡിസ്കസ് ചെയ്തു, ലോകം ഡിസ്കസ് ചെയ്തു. ഇനി കായികവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സ് പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം അജന്ത ശരത് കമലാണ്. ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പതാക ഏന്തുന്ന ഇന്ത്യൻ കായിക താരം അജന്ത ശരത് കമലാണ്. പാരീസ് ഒളിമ്പിക്സിൽ 2024 ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്ര. ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാരാണ്? അഭിനവ് ബിന്ദ്രയാണ്. പതാക ഏന്തുന്നത് ആരാണ്? അജന്ത ശരത് കമലാണ്. ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാൻ തെരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാണ് അഭിനവ് ബിന്ദ്ര. അടുത്ത ചോദ്യം. 2024 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം. ഫ്രഞ്ച് ഓപ്പൺ ആണ്. 2024 നടന്ന ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ഇന്ത്യൻ സഖ്യം ആരാണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും. ഫ്രഞ്ച് ഓപ്പൺ ആണെന്നുള്ളത് പ്രത്യേകം ഓർത്തു വെക്കുമല്ലോ. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയും രണ്ടുപേരുടെയും ചിത്രത്തിൽ തന്നിട്ടുണ്ട്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സി. എന്ത് ചോദ്യാലേ. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയെയാണ്. 2023 ഫിഫയുടെ ഏറ്റവും മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമതിയാണ്. സ്പെയിനിന്റെ താരമാണ്. ഐറ്റാന ബോൺമതി സ്പെയിൻ താരമാണ്. അടുത്ത ചോദ്യം നോക്കാം. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ശീതൾ ദേവി. നോക്കി വെക്കണം കേട്ടോ. 2023 വേൾഡ് ആർച്ചറി അവാർഡ് വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ശീതൾ ദേവിയാണ്. ഫീമെയിൽ ആയതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ് കേട്ടോ അത്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യൻ താരം ശീതൾ ദേവിയാണ്. ശീതൾ ദേവി എന്ന് കേൾക്കുമ്പോൾ അത് ആർച്ചറി താരമാണെന്നും കൂടി നമ്മുടെ മനസ്സിൽ ഓടി വരണം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ. USA, മെക്സിക്കോ, കാനഡ. ഒരു സംശയം പാടില്ല. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടണം. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ 3 26 ഓക്കെ. USA, മെക്സിക്കോ, കാനഡ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദി എവിടെയാണ്? മെറ്റ് ലൈഫ് സ്റ്റേഡിയം, USA. 3 സ്ഥലം ഉണ്ടെങ്കിലും ഫൈനൽ നടക്കുക USA-യിലാണ്. ഏത് സ്റ്റേഡിയം? മെറ്റ് ലൈഫ് സ്റ്റേഡിയം. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ
അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷാണ്. ഓർത്തു വെക്കണേ, അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരം PR ശ്രീജേഷാണ്. മുൻ മലയാളി ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥയാണെന്ത്? ഫോർവേഡ്. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, മുൻ മലയാളി ഹോക്കി താരം PR ശാരദയുടെ ആത്മകഥ ഫോർവേഡ് ആണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമംഗൈ. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ്? മഹാരാഷ്ട്ര കിരീടം നേടി. ഒന്നുകൂടി നോക്കി വെക്കുക, 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് തമിഴ്നാടാണ്. ആരാ ജയിച്ചേ? മഹാരാഷ്ട്രയാണ് ജയിച്ചത്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയാ? അത് ലഡാക്കിലും ഗുൽമാർഗിലാണ്. കുറച്ച് തണുത്തോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അല്ലെ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദികൾ ലഡാക്കിലും ഗുൽമാർഗിലും ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി, അതായത് ഒരു ഹിമപ്പുലിയാണ്. ഷീൻ ഇ ഷി. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാട്ടോ, 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി തമിഴ്നാടായിരുന്നു. വിജയിച്ചത് മഹാരാഷ്ട്രയാണ്. ഭാഗ്യചിഹ്നം വീരമംഗെ. ഇനി 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ലഡാക്കിലും ഗുൽമാർഗിലുമാണ്. ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ് ഇതിന്റെ ഭാഗ്യചിഹ്നം. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് വേദി USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമാണ്. 2024 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റിന്റെ വേദി USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടന്നത്. രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കിയ ടീം മുംബൈയാണ്. രഞ്ജി ട്രോഫി കിരീടം നേടിയത് മുംബൈയാണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷായാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ് ആണ്. ഓർത്തു വെക്കണേ, 2027 വേദിയാണ് പറയുന്നത്, ബെയ്ജിംഗ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2027 വേദി ബെയ്ജിംഗ് ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യന സെബലങ്ക. ബെലാറസിലെ ആളാണ് ആര്യന സെബലങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയത് രോഹൻ ബോപ്പണ്ണയും മാത്യു എബ്ഡൻ സഖ്യമാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ പുരുഷ താരം ആരാണ്? രോഹൻ ബോപ്പണ്ണയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO രഘുറാം അയ്യറാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പുതിയ CEO രഘുറാം അയ്യറാണ്. 77ാമത്, അതായത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത്, അതായത് 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശാണ്. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? സർവീസസ് ആണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ആരാണ്? ബിജയ് ഛേത്രി. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബിജയ് ഛേത്രിയാണ്. യുറഗ്വായ് ക്ലബ് കോളൻ FC എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജൂൺ മാസത്തിലെ കറണ്ട് അഫയർ ആയിട്ട് നമുക്ക് അടുത്ത മാസം കാണാം. ഇതുവരെ മെയ് വരെയുള്ള ഫുൾ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ജനുവരിയിലെ കറണ്ട് അഫയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വരും മാസങ്ങളിൽ കുറച്ചും കൂടി ഡീപ്പിലായിട്ട് എന്ത് ചെയ്യണം? കറണ്ട് അഫയർ നമുക്ക് നോക്കിയിട്ട് പോകണം. കാരണം 20 മാർക്കാണ് കറണ്ട് അഫയറിന് അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.